പഴയ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. 1947 ജൂണിൽ ജർമ്മൻ പാദ്രിയായ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യ പത്രം. തുടർന്ന് ചരിത്രപരവും സാംസ്കാരിക പ്രാധാന്യവുമുള്ള നിരവധി പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചെങ്കിലും പ്രാദേശികവും രാഷ്ട്രീയവുമായ എതിർപ്പുകളെ തുടർന്ന് പലതും അടച്ചുപൂട്ടി. എങ്കിലും കേരളീയരെ വായനാശീലമുള്ളവരാക്കി തീർക്കാൻ പത്രങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. രാവിലത്തെ ചൂട് ചായക്കൊപ്പം അന്നത്തെ പത്രവാർത്തകളും വായിച്ചാണ് ഓരോ മലയാളിയും ദിവസം തുടങ്ങുന്നത് തന്നെ. ഒരു ചൂട് ചായയും കഴിച്ച് പത്രവും വായിച്ചിരിക്കുന്ന മലയാളികൾ നാട്ടിൻപുറങ്ങളിലെ ചായക്കടയിലെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ്. ലോകത്തുള്ള ഏത് വാർത്തയും ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ കാലത്ത് പഴയകാലത്തെ പത്രവും അതിലെ വാർത്തകളും തികച്ചും കൗതുകകരം തന്നെയായിരിക്കും. പഴയ വാർത്തയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പത്രം 1949 ഒക്ടോബർ 28 മലബാർ മെയിൽ എന്ന പത്രമാണ്. ഈ പത്രത്തിൽ ഇതിൻ്റെ വിലയായി പ്രതിദിനം ഒരണ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ കണക്കിൽ 6.25 പൈസയാണ് ഈ പത്രത്തിൻ്റെ അന്നത്തെ വില. അന്നത്തെ ഈ പത്രത്തിലെ ഫ്രണ്ട് പേജിലെ വാർത്ത സങ്കടകരമായ അത്യാഹിതം എന്ന തലക്കെട്ടിൽ ചങ്ങനാശ്ശേരി മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജെയിംസ് കാളാശ്ശേരി തിരുമനസിലെ ദേഹവിയോഗം ആണ്. വാർത്തയിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലം ചെയ്ത ജെയിംസ് കാളാശ്ശേരി തിരുമേനിയെക്കുറിച്ചുള്ള വാർത്ത ഈ പത്രത്തിൻ്റെ ഉൾപേജുകളിലും വിശദമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പത്രത്തിലെ മറ്റൊരു കൗതുകകരമായ വാർത്ത നെഹ്റു ജപ്പാനിലെ കുട്ടികൾക്കായി സമർപ്പിച്ച ഇന്ദിര എന്ന ആനയെക്കുറിച്ചുള്ളതാണ്. ഈ വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോക്കിയോ ഒക്ടോബർ 27. പണ്ഡിറ്റ് നെഹ്റു ജപ്പാനിലെ കുട്ടികൾക്കായി സമ്മാനിച്ച ഇന്ദിര എന്ന ആന ജപ്പാൻ ഭാഷയിൽ നൽകപ്പെടുന്ന ഉത്തരവുകളനുസരിച്ച് പ്രവർത്തിക്കാൻ വളരെയധികം സാമർഥ്യം കാണിക്കുന്നതായി അറിയുന്നു. ഇവിടെ അസഹനീയമായ ശൈത്യം അത് സസന്തോഷം സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ദിരയുടെ പടങ്ങളും അതിനെപ്പറ്റിയുള്ള കഥകളും ജപ്പാൻ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പൊട്ടിത്തെറിപ്പുണ്ടായൊരു വാർത്തയും അന്നത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഈ പത്രത്തിൻ്റെ 4-ാം പേജിൽ സെൻട്രൽ ജയിലിലെ അക്രമങ്ങൾ എന്ന ഒരു ഗവൺമെൻറ് പ്രസ് നോട്ട് കാണാം. ഈ വാർത്തയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് തടവുകാർ ജയിലിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ഒരു നേർചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഗൗരി അമ്മയെയും VC മേരിയെയും കുറിച്ചുള്ള വാർത്തകളുമുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഒക്ടോബർ 23 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ വയലാർ രക്തസാക്ഷി വാരമായി ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു വരുന്നതായും ഈ പ്രകടനങ്ങളിൽ സെൻട്രൽ ജയിലിലെ കമ്മ്യൂണിസ്റ്റ് തടവുകാരും പങ്കെടുക്കാനിടയുണ്ടെന്നും ഗവൺമെൻറ്റിന് മുമ്പ് തന്നെ അറിവ് ലഭിച്ചിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കൈവശം കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രഹസ്യ സർക്കുലറിലെ പ്രോഗ്രാം അനുസരിച്ച് 1949 ഒക്ടോബർ 26 മർദ്ദനവിരുദ്ധ ദിനമായി ആചരിക്കാനും പണിമുടക്ക്, ഘോഷയാത്ര, ഹർത്താൽ എന്നിവ നടത്തുവാനും കമ്മ്യൂണിസ്റ്റുകൾ കാര്യപരിപാടി തയ്യാറാക്കിയിരുന്നു. അക്രമപരമായ ഈ പ്രകടനങ്ങളെ പോലീസ് തടയുന്ന പക്ഷം പോലീസ് ആക്രമണത്തെ അക്രമം ഉപയോഗിച്ച് അഭിമുഖീകരിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. സെൻട്രൽ ജയിലിലെ കമ്മ്യൂണിസ്റ്റ് തടവുകാർ അച്ചടക്കരഹിതമായ അക്രമങ്ങൾ കാണിക്കുകയും വിദ്വേഷജനകമായ പ്രസംഗങ്ങൾ നടത്തുകയും വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തിരുന്നു. ജയിലധികൃതരോട് സംഘടിതമായ എതിർപ്പ് പ്രദർശിപ്പിക്കുവാൻ അവർ മറ്റു തടവുകാരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാവിലെ ഉദ്ദേശം 7 മണിക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും KSPക്കാരെയും തടങ്കൽ പുള്ളികളെയും താമസിപ്പിച്ചിരുന്ന 3 കെട്ടിടങ്ങളുടെയും മുകളിൽ 3 കമ്മ്യൂണിസ്റ്റ് കൊടികൾ ഉയർത്തിയിരിക്കുന്നതായി കാണപ്പെട്ടു. പ്രധാന കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിന് മുകളിൽ തൂക്കിയിരുന്ന കൊടി രാത്രി സമയം ഓടിളക്കി പട്ടിക വലിച്ചെടുത്ത് അതിന്മേൽ കെട്ടിയ ഒന്നായിരുന്നു. ഇത് സാധിക്കുന്നതിന് തടവുകാർ രാത്രിയിൽ വൈദ്യുതി വിളക്കുകൾ തകരാറാക്കിയിരുന്നു.
ഓരോ ബ്ലോക്കിലുമുള്ളവർ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു. ഇന്നു മുതൽ ഈ തടവുകാർ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതായും ജയിലധികൃതർക്ക് അറിവ് ലഭിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം അവർക്ക് കൂടുതൽ സൗകര്യം നൽകാൻ അവരെ കിഴക്കേ ബ്ലോക്കിൽ നിന്നും ഏകാന്ത തടവ് ബ്ലോക്കിലേക്ക് മാറ്റേണ്ടത് ആവശ്യമായി വന്നു. ഇങ്ങനെ മാറ്റണമെങ്കിൽ സ്ത്രീ തടവുകാരെയും സ്ത്രീ തടങ്കൽപ്പുള്ളിയായ ഗൗരിയെയും അവരെ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്ന ബ്ലോക്കിൽ നിന്നും സ്ത്രീ തടവുകാർക്കുള്ള പഴയ ബ്ലോക്കിലേക്ക് മാറ്റേണ്ടതായും വന്നു. മറ്റെല്ലാ സ്ത്രീ തടവുകാരും പുതിയ മുറിയിലേക്ക് മാർച്ച് ചെയ്തു പോയെങ്കിലും കമ്മ്യൂണിസ്റ്റ് തടവ് പുള്ളിയായ ഗൗരിയും VC മേരിയും വെളിയിലേക്ക് വരാൻ വിസമ്മതിച്ചു. എന്നാൽ വളരെ പ്രേരകശക്തി ചെലുത്തിയതിൻ്റെ ഫലമായി അവർ വെളിയിൽ വന്നു. 4 KSP തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന അണ്ടർ ട്രയൽ വാർഡിന് മുമ്പിൽ നിലയുറപ്പിച്ചു. മുമ്പോട്ട് നീങ്ങാൻ അവർ വിസമ്മതിച്ചു. KSP തടവുകാർ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് മതിൽ ചാടി സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂടി. എന്നാൽ സ്ത്രീ പോലീസിൻ്റെ സഹായത്തോടുകൂടി 2 സ്ത്രീ തടവുകാരെയും മുറിയിലേക്ക് മാറ്റി. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൗരിയും മേരിയും കൂടി സ്ത്രീ പോലീസുകാരെ തൊഴിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. ഇതുമൂലം 2 സ്ത്രീ കോൺസ്റ്റബിൾമാർക്ക് പരിക്കുപറ്റി അവരെ ചികിത്സയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ സംഭവം രാവിലെ 11 മണിക്കാണ് നടന്നത്. ഈ സമയമെല്ലാം മുറിക്കുള്ളിൽ കിടന്ന് കമ്മ്യൂണിസ്റ്റ് തടവുകാർ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരുന്നു. 12:45 ജയിൽ സൂപ്രണ്ട് ഈ ബ്ലോക്കിൽ ഗേറ്റിലുമെത്തി. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് തടവുകാരോട് മറ്റു മുറികളിലേക്ക് മാറാൻ അഭ്യർത്ഥിച്ചു. ഉയർത്തിയിരുന്ന കൊടി എടുത്തു മാറ്റാൻ ഇതാവശ്യമായിരുന്നു. അവർ സൂപ്രണ്ടിനെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്കണത്തിൽ സംഘമായി ചേർന്ന് തറയിൽ നിന്ന് കല്ലും കമ്പും ഇരുമ്പ് കഷ്ണങ്ങളും വാരിക്കഷ്ണങ്ങളും കുപ്പികളും ഓടുകളും ശേഖരിച്ചു നിലകൊണ്ടു. അതിൽ 2 നേതാക്കന്മാർ മുന്നോട്ട് വന്ന് നിഷേധഭാവത്തിൽ എന്തു വന്നാലും അനുസരിക്കാൻ തയ്യാറല്ലെന്ന് പ്രസ്താവിച്ചു. ഉടൻ സൂപ്രണ്ട് ഗോപുരത്തിൽ കയറി ഉച്ചഭാഷയിൽ കൂടി കല്ലുകളും ആയുധങ്ങളും താഴെയിട്ട് സമാധാനപരമായി മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. മുറിയിൽ കയറാൻ തയ്യാറില്ലെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും ഉച്ചത്തിൽ അവർ ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു. 1:05 അവർ 5 മിനിറ്റിനകം മുറിയിൽ കയറാത്ത പക്ഷം ബലം പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. 5 മിനിറ്റ് ഇടവിട്ട് ഈ മുന്നറിയിപ്പ് 3 പ്രാവശ്യം നൽകപ്പെട്ടു. 1:30 സായുധ പോലീസ് തടവുകാരെ നിരായുധരാക്കാനായി ബ്ലോക്കിൽ പ്രവേശിച്ചു. ഈ സമയം കമ്മ്യൂണിസ്റ്റുകൾ കല്ലും ഓടും കുപ്പികളും കൊണ്ട് ഏറ് തുടങ്ങി. അവർ അടുത്തു വന്ന് ഏറ് കൂടുതൽ ശക്തമാക്കി. ആദ്യത്തെ പോലീസ് ബാച്ചിന് ഗുരുതരമായി പരിക്കുപറ്റി. കൂടുതൽ പോലീസിനെ നിയോഗിക്കേണ്ടതായി വന്നു. തുടർന്ന് നടന്ന സമരത്തിൽ തടവുകാർ കയ്യിലുള്ള ആയുധമെല്ലാം പ്രയോഗിച്ചു. പോലീസ് ലാത്തി ഉപയോഗിക്കാൻ നിർബന്ധിതരായി. വളരെ ശ്രമിച്ച് തടവുകാരെ തള്ളി 2 മുറികളിലാക്കി. അവിടെ നിന്നുകൊണ്ട് അവർ കല്ലേറ് നടത്തി. കല്ലേറ് സഹിച്ച് പോലീസ് മുറിയിൽ കയറി. ഒടുവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കി. 2:30-നും 2-നും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. കമ്മ്യൂണിസ്റ്റുകളുടെ അക്രമം മൂലം 9 പേർക്ക് ഗുരുതരമല്ലാത്ത പരിക്ക് പറ്റിയതിനും 1 ഹെഡ് കോൺസ്റ്റബിളിനും 2 കോൺസ്റ്റബിൾമാർക്കും ഗുരുതരമായി പരിക്കേറ്റു. 10 വാർഡന്മാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. ഇതുകൂടാതെ ആംഡ് റിസർവ് DYSP, ASP, ജയിൽ സൂപ്രണ്ട്, ജയിലർ എന്നിവർക്കും ലഘുവായ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. തടവുകാരുടെ കൂട്ടത്തിൽ 5 പേർക്ക് സാരമായ പരിക്കും 20 പേർക്ക് ചില്ലറ പരിക്കും പറ്റിയിട്ടുണ്ട്. പിത്തരോഗത്തിന് ചികിത്സയിലായിരുന്ന ഒരു തടവ് പുള്ളിയായ അയ്യപ്പൻ ഇതിനിടയിൽ മരിച്ചു. അയാൾക്ക് ശരീരത്തിൽ പരിക്കുകളൊന്നുമില്ല. സംഭവ സമയത്തുണ്ടായ പ്രകമ്പനം ഷോക്ക് ആണ് മരണത്തിന് കാരണമെന്നറിയുന്നു. 10 പോലീസുകാരും 3 വാർഡന്മാരും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കുപറ്റിയ തടവുകാരെ ജനറൽ ആശുപത്രി സൂപ്രണ്ട് പരിശോധിച്ചു. അവരിപ്പോഴും സെൻട്രൽ ജയിലിൽ തന്നെ ചികിത്സയിലാണ്. ആലപ്പുഴയിലും കമ്മ്യൂണിസ്റ്റ് KSP തൊഴിലാളികൾ ഇന്നും ഇതുപോലെയുള്ള അക്രമപരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. അവർ ചില ജോലിക്കാരെ അടിക്കുകയും ആസ്പിൻ വാളിലെ ക്ലർക്കൽ സ്റ്റാഫിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഒരു ഫാക്ടറിയിലെ അകസാമാനങ്ങൾ അവർ നശിപ്പിച്ചു. എങ്കിലും യഥാസമയം പോലീസ് സ്ഥലത്തെത്തിയതിനാൽ ലഹളക്കാർ പിരിഞ്ഞു പോവുകയും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും ഇത്തരമൊരു വാർത്ത അന്നത്തെ ഗവൺമെൻറ് പ്രസ് നോട്ടായി പത്രങ്ങൾക്ക് കൊടുത്തതാണ്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നത് നമുക്കറിയില്ല. എങ്കിൽ തന്നെയും അന്നത്തെ പുന്നപ്ര വയലാർ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് തടവുകാർ എത്രമാത്രം പീഡനം ജയിൽ അനുഭവിച്ചിരുന്നെന്ന് ഈ വാർത്തയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഗാന്ധി വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലുന്നു എന്ന വാർത്തയാണ് ഈ പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയായി കാണാൻ കഴിയുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അംബാല, ഒക്ടോബർ 28. ഗാന്ധി വധക്കേസിലെ പ്രതികളായ നാഥുറാം ഗോഡ്സെ, നാരായണൻ ആപ്തെ എന്നിവരെ തൂക്കിക്കൊല്ലുന്നതിനുള്ള തീയതി നവംബർ 15 നിശ്ചയിച്ചുകൊണ്ട് ഡൽഹി സ്പെഷ്യൽ ജഡ്ജ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നുവെന്ന് അറിവായിരിക്കുന്നു. തുടർന്ന് 1949 നവംബർ 15 ഗാന്ധി വധക്കേസിലെ പ്രതികളായ നാഥുറാം ഗോഡ്സെ, നാരായണൻ ആപ്തെ എന്നിവരെ അംബാല ജയിലിൽ തൂക്കിലേറ്റി.
ഇവയൊക്കെയാണ് 1949 ഒക്ടോബർ 28 മലബാർ മെയിൽ എന്ന പത്രത്തിലെ വാർത്തകളും വിശേഷങ്ങളും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു പഴയ പത്രവും അതിലെ കൗതുകകരമായ വാർത്തകളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം.